സാറേ, പാലക്കാട് മുതലമട സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റിലെ സുനിൽ ദാസ് നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള പേരാണ്. ഒരുപാട് പ്രശസ്തമായിട്ട് നിൽക്കുന്ന ഫോട്ടോയൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ഇദ്ദേഹം മുംബൈയിലെ ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയെ പറ്റിച്ചു. അതും 5.5 കോടി രൂപ പറ്റിച്ചു എന്നാണ് പറയുന്നത്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? ഇത് പറ്റിച്ചിരിക്കുന്നത് AS മാധവൻ, മുംബൈയിലെ ഏറ്റവും വലിയ വ്യവസായികളിലൊന്നാണ്. മലയാളി ആണ് AS മാധവൻ. തിരുനാവായ മലപ്പുറം സ്വദേശി ആണ്. ആ ഭാഗത്തു നിന്നുള്ള ആളാണ്. അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലോജിസ്റ്റിക്സ് സ്ഥാപനം എന്ന് പറയാവുന്ന ഫ്ലൈജാക്ക് ലോജിസ്റ്റിക്സ്, ഇത് ജപ്പാനിലെ ഹിറ്റാച്ചി ഗ്രൂപ്പുമായിട്ടൊക്കെ ചേർന്ന് നടത്തുന്നതാണ് അദ്ദേഹം. ഫ്ലൈജാക്ക് ലോജിസ്റ്റിക്സിൻ്റെ MD ആണ് അദ്ദേഹം. അതിൻ്റെ വലിയ ഉടമസ്ഥൻ. മറ്റേ ജപ്പാനിലെ ഹിറ്റാച്ചിക്ക് ചെറിയ ഷെയറല്ലേ അതിൻ്റെ അകത്തുള്ളൂ. ഇദ്ദേഹം സ്വന്തം നിലയ്ക്ക് തന്നെ ഈ സാത്വിക പ്രകൃതിയായിട്ടുള്ള ഒരാളാണ് AS മാധവൻ. മാധവ വാരിയർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് അദ്ദേഹത്തിനുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സ്വന്തം നിലയ്ക്ക് നടത്തുന്ന ഒരാളാണ്. ഈ സുനിൽ സ്വാമി എന്ന് പറയുന്ന സുനിൽ ദാസൊക്കെ വെറും ഒരു പീക്കിരി മാത്രമാണ് AS മാധവ വാര്യരുടെ മുമ്പിൽ. അപ്പോൾ ജൻ കല്യാൺ സേവാശ്രമം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് തന്നെ അവിടെ ഒരു ഈ ജീവകാരുണ്യ സ്ഥാപനം അവിടെ ഉണ്ട്. ഒരുപാട് പേർക്ക് അത്താണിയായിട്ടുള്ളൊരു മനുഷ്യനാണ് AS മാധവൻ. അപ്പോൾ തിരുനാവായയിൽ ഭാരതീയ വിദ്യാഭവൻ സ്കൂളില്ലേ, അതിൻ്റെയൊക്കെ നടത്തിപ്പുകാരൻ അദ്ദേഹമാണ്. 1000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ചിന്മയ മിഷനിൽ നിന്ന് ഇദ്ദേഹം ഗീതാജ്ഞാന യജ്ഞം പഠിച്ചിട്ടുണ്ട്. 3 കൊല്ലത്തോളം ഗീതാജ്ഞാന യജ്ഞം പഠിച്ചിട്ട് അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരാളാണ്. അത്തരം സാത്വിക സ്ഥാപനങ്ങൾക്കായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരാളാണ് AS മാധവൻ. വാരിയർ ഫൗണ്ടേഷൻ്റെ സ്ഥാപകൻ, ഫ്ലൈജാക്ക് ലോജിസ്റ്റിക്സിൻ്റെ സ്ഥാപകൻ ഹിറ്റാച്ചി. ഇദ്ദേഹത്തിന് വിളിച്ചിട്ട്, ഇദ്ദേഹത്തിന് ഇപ്പോൾ 72 വയസ്സുണ്ട് AS മാധവന്. ഇദ്ദേഹം മുംബൈയിൽ പോവൈ ആണ് അവരുടെ ആസ്ഥാനം. അദ്ദേഹത്തിന് 2018 സെപ്റ്റംബറിൽ ഈ സുനിൽ ദാസ് ക്ഷണിച്ചു. മുതലമട സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് ക്ഷണിച്ചത് എന്തിനാണെന്നറിയോ? ഒരു പുരസ്കാരം കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ടാണ്. വെള്ളപ്പൊക്ക ദുരിതാശ്വാസ രംഗത്തുമൊക്കെ ഗംഭീരമായിട്ട് പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുരസ്കാരം കൊടുക്കുക. 25 കോടി രൂപയുടെ പുരസ്കാരമാണ് കൊടുക്കുന്നത് എന്ന് സുനിൽ ദാസ് പറഞ്ഞു. AS മാധവന് ഇത് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു. വാർത്തയൊക്കെ ആയിട്ട് വന്നു. 25 കോടി രൂപ കിട്ടിയാൽ അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ സംരംഭങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും. അദ്ദേഹം വന്നു. അദ്ദേഹത്തിന് ISROയുടെ ഒരു പഴയ ചെയർമാൻ ആണ് ഇത് പുരസ്കാരം സമ്മാനിക്കുന്നത്. 25 കോടി രൂപയുടെ ചെക്ക് കൊടുത്തു. അവിടെ വെച്ച് ചടങ്ങൊക്കെ നടത്തി 25 കോടി രൂപയുടെ ചെക്ക്. 25 കോടി രൂപയുടെ ചെക്കും മേടിച്ചിട്ട് AS മാധവൻ പോയി. അത് കഴിഞ്ഞപ്പോൾ സുനിൽ ദാസിൻ്റെ വിളി, ഇത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഞങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്, കുറേ പൈസ ഇങ്ങനെ വരാനുമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെക്ക് ഉടനെ എൻകാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ ഒരു 1.5 കോടി രൂപ വേണം. എന്നാൽ മറ്റിടത്തുനിന്ന് വരുന്ന വലിയ തുക 3000 കോടി രൂപയോ എന്തോ റിസർവ് ബാങ്കിൽ നിന്ന് എന്തിനോ കിട്ടാനുണ്ടെന്നൊക്കെ എന്തൊക്കെ ഇയാൾ പറഞ്ഞു. അപ്പോൾ 1.5 കോടി രൂപ കൊടുക്കാൻ പറഞ്ഞു. 1.5 കോടി രൂപ AS മാധവൻ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ടൊരു 4 കോടി രൂപ കൂടി ഇടാനായിട്ട് പറഞ്ഞു. അതും കൊടുത്തു. അങ്ങനെ 5.5 കോടി രൂപ AS മാധവൻ ഇയാൾക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെ 25 കോടി രൂപ എൻകാഷ് ചെയ്യാൻ വേണ്ടിയിട്ടേ അദ്ദേഹം അത് ചെക്ക് അദ്ദേഹത്തിൻ്റെ ബാങ്കിൽ കൊടുത്തു. AS മാധവൻ ഈ ചെക്ക് ബൗൺസ് ചെയ്തു. വണ്ടിച്ചെക്ക് കൊടുത്തത് വണ്ടിച്ചെക്കാണ്. അതാണ് കേസായത്. അപ്പോൾ AS മാധവന് മറ്റേ 25 കോടി രൂപയിൽ വലിയ കഥയില്ല. അതൊക്കെ അതിൻ്റെയൊക്കെ എത്ര ഇരട്ടി കയ്യിലുള്ള ആളാണ്. പക്ഷെ 5.5 കോടി അദ്ദേഹം തിരിച്ചു ചോദിച്ചു. പലരെ കൊണ്ട് വിളിപ്പിച്ചു, വക്കീൽ നോട്ടീസോ ഒക്കെ അയച്ചു. ഇയാൾ 5.5 കോടി രൂപ കൊടുക്കുന്നില്ല ഇയാൾ. ഇതാണ് കേസായത്.
കേസായിട്ട് പോലീസുകാരും ഒക്കെ അന്വേഷിച്ച് ഇയാളെ അറസ്റ്റ് ചെയ്തു. ഇത്രയും ദിവസം സുനിൽദാസ് എവിടെയായിരുന്നു എന്ന് നിങ്ങളെപ്പോലുള്ള ആളുകൾ അന്വേഷിച്ചോ? ഇല്ല. അതാണ് മിസ്സിംഗ് ആയിരുന്നോ? അന്വേഷിക്കണ്ട, ഇടക്കിടക്ക് വലിയ പുള്ളികളല്ലേ, വലിയ അന്നദാനവും സൗജന്യ ആശുപത്രിയോ എന്തൊക്കെയോ നടത്തുന്ന വലിയ സ്വാമിയൊക്കെ ആയിട്ട് വലിയ ജീവകാരുണ്യ. ഞാൻ ആദ്യം ഇയാളെ പറ്റി പത്രങ്ങളിലൊക്കെ കാണുന്ന കാലത്ത് ഇയാള് സുനിൽദാസ് എന്ന് പറഞ്ഞിട്ട് ഇയാളെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് വി ബാലകൃഷ്ണ എറാഡിയൊക്കെ ഇല്ലേ, സുപ്രീം കോടതി ജഡ്ജി ഒക്കെ സായി ഭക്തനൊക്കെ അല്ലേ. അപ്പോ ഇപ്പൊ നിങ്ങൾക്ക് ഇന്നടത്ത് വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടായില്ലേ എന്ന് പറഞ്ഞിട്ട് സായിബാബ പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ പല ആളുകളെ സായിബാബയുടെ ശിഷ്യൻ എന്നുള്ള രീതിയിൽ, സായിബാബയുടെ ഒരു ഏജന്റ് എന്നുള്ള നിലയ്ക്കാണ് ഇയാൾ വിളിക്കുന്നത്. കേരളത്തിൽ സായിബാബ ഇയാളെ സുനിൽദാസിനെയാണ്, സുനിൽ പ്രഭാകരൻ എന്ന അയാളുടെ പേര്. അപ്പൊ സുനിൽ പ്രഭാകരൻ എന്നാണ് മുംബൈ പോലീസ് എടുത്ത കേസിലൊക്കെ ഉള്ളതല്ല, അതെന്ത് സുനിൽദാസ്. അപ്പൊ ഈ സുനിൽ പ്രഭാകരനാണ് വിളിക്കുന്ന ആളുകളെ, സായിബാബ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. വല്ല ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായ ആളുകളൊക്കെ വിളിക്കും, സായിബാബ പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ആക്സിഡന്റ് ഉണ്ടായത് അദ്ദേഹം അറിഞ്ഞു, എല്ലാം സുഖപ്പെടും കേട്ടോ, അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇവരുടെ ഇന്നൊക്കെ പൈസയൊക്കെ മേടിക്കും. ഇങ്ങനെയാണ് ഈ സുനിൽദാസ് എന്ന് പറഞ്ഞിട്ട് ആദ്യകാലത്തൊക്കെ ഞാൻ കേൾക്കുന്നത് ഇയാളിങ്ങനെ സായിബാബയുടെ ഏജന്റായിട്ട് വിളിക്കുന്നതൊക്കെയാണ്. അവിടെ ഈ കോൺഗ്രസിന്റെ പല പരിപാടികളിലും ഇയാളൊരു അതിഥിയായിട്ടൊക്കെ പങ്കെടുക്കുമായിരുന്നു പാലക്കാട്ട്. അതെ, പാലക്കാട്ട് ഇങ്ങനത്തെ ദിവ്യന്മാരുടെ എണ്ണം കുറവാന്ന് തോന്നുന്നു. അപ്പൊ ഇപ്പോ യോഗാതിരിപ്പാടെന്ന് പറഞ്ഞിട്ടൊരു മനോജ് ഫ്രോഡ് അവിടെ നടപ്പുണ്ട്. പല ഹിന്ദുത്വ സംഘടനകളും ഒക്കെ അയാളെ പ്രോത്സാഹിപ്പിക്കുന്നു ഒക്കെ ഉണ്ട്. അപ്പോ യോഗാതിരിപ്പാട് ഇത് ഏത് കാലത്ത് അവസാനിച്ചു പോയ ശക്തൻ തമ്പുരാൻ അവസാനിപ്പിച്ച സംവിധാനമാണ് ഈ യോഗാതിരിപ്പാട് എന്ന് പറയുന്നത്. ബ്രഹ്മസ്വം മഠം ഉണ്ടല്ലോ തൃശ്ശൂര്, അത് കേന്ദ്രമായിട്ട് വിരാജിച്ചിരുന്ന ഒരാളാണ് യോഗാതിരിപ്പാട്. എന്താന്ന് വെച്ചാൽ കൊച്ചി രാജാവിനെ അഭിഷേകം ചെയ്യുന്നത് യോഗാതിരിപ്പാടാണ്. അപ്പൊ കൊച്ചി രാജാവിന്റെ മുകളിൽ എന്തൊക്കെ അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയ ഭാവം കാണിക്കാൻ തുടങ്ങിയപ്പോൾ യോഗാതിരിപ്പാടെന്ന് പറഞ്ഞ സിസ്റ്റം ശക്തൻ തമ്പുരാൻ അവസാനിപ്പിച്ചതാ. വേണ്ടെന്ന് വെച്ച് തീർന്നു പോയി. ഇപ്പൊ ഇല്ലത്. ഇപ്പൊ ഇയാൾ ഈ മനോജ് എന്ന് പറഞ്ഞ ഒരാൾ യോഗാതിരിപ്പാടാന്നും പറഞ്ഞ് നടക്കുന്നുണ്ട് പാലക്കാട്. ഇതൊന്നും ഇല്ലാതെ മര്യാദയ്ക്ക് ഈ ഫ്രോഡ് പരിപാടിയൊന്നും ഇല്ലാതെ മര്യാദയ്ക്ക് തന്ത്രവും മന്ത്രവും ഒക്കെ ആയിട്ട് നടന്നാൽ പോരെ. ഞാൻ യോഗാതിരിപ്പാടെന്ന് പറഞ്ഞിട്ട് ഇൻവെന്റ് ചെയ്യുക. പണ്ട് ഇയാളുടെ അമ്മ അതായിരുന്നു, അച്ഛൻ അതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത കഥകളൊക്കെ. ഏതോ താനൂരിൽ ഏതോ രാജകുടുംബാണെന്നോ ഏതൊക്കെ രാജകുടുംബത്തിൽ പണ്ടുണ്ടായിരുന്നതാണെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അന്യം നിന്ന് പോയതാ. അതിലൊന്നും ഇപ്പൊ ആരും ഇല്ല. എന്തോ മറ്റേ രാജകുടുംബാണ്. അയാളുടെ കഥ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇങ്ങനെ ഇതായിരുന്നു ഈ സുനിൽദാസ് ആദ്യകാലത്ത്. അത് കഴിഞ്ഞ് ഇയാൾ ഈ വെള്ള വസ്ത്രമൊക്കെ ഇട്ട് ഒരു സന്യാസിയെ പോലെ ഒക്കെ പെരുമാറാനൊക്കെ തുടങ്ങി. മൗറീഷ്യസിലെ പഴയ പ്രസിഡന്റ് വരിക, ആ പ്രസിഡന്റിനെ വൈക്കം ക്ഷേത്രത്തിലോ എവിടെയൊക്കെ കൊണ്ടുപോവുക, ഇങ്ങനെ. പിന്നെ ടി എൻ ശേഷൻ മറ്റേ ഇലക്ഷൻ കമ്മീഷണറൊക്കെ ആയിരിക്കുമ്പോൾ വന്നു. അബ്ദുൽ കലാം, ശശി തരൂര്, ഇങ്ങനെ ഉമ്മൻചാണ്ടി ഒക്കെ പോയിട്ടുണ്ട് ഇയാളുടെ ഈ മുതലമട ആശ്രമം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത്രയും ദിവസം എവിടെയാന്ന് ഞാൻ ചോദിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാള് ജയിലിലായിരുന്നു. ഈ 5.5 കോടി തട്ടിപ്പ് കേസില് പിടിച്ചോണ്ട് പോയല്ലോ. എന്നിട്ട് ഇയാള് ഈ ജീവകാരുണ്യ പ്രവർത്തകനായ എസ് മാധവനെ പറ്റിച്ചല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഇയാൾക്ക് ഇപ്പം എന്താണെന്ന് വെച്ചാൽ ബോറിവലിയിലെ അഡീഷണൽ സെഷൻസ് ജഡ്ജി KR ദേശ്പാണ്ഡെ കഴിഞ്ഞ ദിവസം ഇയാൾക്ക് ജാമ്യം കൊടുത്തു. അപ്പോഴാണ് ഈ തട്ടിപ്പ് കേസ് ഒന്നുകൂടി ജാമ്യം കൊടുക്കുമ്പോഴാണ് അറിയുന്നത്. KR ദേശ്പാണ്ഡെ ഈ സുനിൽദാസ് പ്രഭാകരന് ജാമ്യം കൊടുത്തത് എന്തുകൊണ്ടാണെന്നറിയോ? കേസ് നിങ്ങൾ അന്വേഷിച്ചിട്ട് കുറ്റപത്രമൊക്കെ കൊടുത്തു കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഇയാൾ ജയിലിൽ കഴിയേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടാണ് ജാമ്യം കൊടുത്തിരിക്കുന്നത്. അതല്ലാതെ വേറെ ഗ്രൗണ്ടുകളൊന്നും അല്ല. അപ്പോൾ ജൂൺ 6-ാം തീയതിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഈ 5.5 കോടി തട്ടിപ്പ് കേസിൽ. സെക്ഷൻ 406 വിശ്വാസവഞ്ചന, 420 IPC ഇത് വെച്ചിട്ടാണ് അറസ്റ്റ് ചെയ്തിരുന്നത്. 1 ലക്ഷം രൂപയുടെ ജാമ്യത്തിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ AS മാധവൻ കൊടുത്ത കേസിൽ ഇയാളിങ്ങനെ പെട്ട് ഇനിയിപ്പോൾ പുറത്തിറങ്ങുമായിരിക്കും. പക്ഷേ
മധുരയിലെ പഴയ കേസ് 3 കോടി തട്ടിച്ചൊരു കേസുണ്ട്, മുമ്പ് നമ്മൾ സംസാരിച്ചിരുന്നതാണ്. അപ്പോൾ ഈ സുനിലിന് വേണ്ടി ഹാജരായ വക്കീൽ പറഞ്ഞു ഇത് ക്രിമിനൽ കേസല്ല, ഇത് സിവിൽ കേസാണ് എന്നൊക്കെ പറയാൻ നോക്കി. അപ്പോൾ പോലീസ് പറഞ്ഞു ഇയാൾ തട്ടിപ്പ് സ്ഥിരം തൊഴിലായിട്ടുള്ള ആളാണ്, വേറെയും തട്ടിപ്പുണ്ട് എന്നിട്ട് ഈ കോയമ്പത്തൂർ തട്ടിപ്പ് കേസ് മധുരയിലെ ഒളിവിടത്തിൽ നിന്നാണല്ലോ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ കോയമ്പത്തൂർ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ കമലേശ്വരൻ എന്ന് പറഞ്ഞൊരു വ്യവസായിയെ ഇയാൾ 3 കോടി രൂപ ഏതാണ്ട് ഇതേപോലെ തട്ടിച്ചു കോയമ്പത്തൂര്. ഇയാൾ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർവ് ബാങ്കിൽ നിന്ന് 3000 കോടി രൂപ കിട്ടാനുണ്ട് എന്ന് കമലേശ്വരനെ വിശ്വസിപ്പിച്ചു. അപ്പോൾ വ്യാജരേഖകളൊക്കെ കാണിച്ചു, അതിൻ്റെ വിദേശത്ത് നിന്ന് ആരോ കൊടുക്കുന്നതാണ് 3000 കോടി. അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ എന്തോ ഇതൊക്കെ ഉണ്ട്, ആ റെസ്ട്രിക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഇത് വരും എന്ന് പറഞ്ഞിട്ട് തൽക്കാലം എൻ്റെ അക്കൗണ്ടിൽ 3 കോടി വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ സുനിൽദാസ് പ്രഭാകരന് 63 വയസ്സുണ്ട്. പീളമേടിലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ് ഈ കമലേശ്വരൻ, കോയമ്പത്തൂര്. 55 വയസ്സാണ് കമലേശ്വരന്. അപ്പോൾ 3000 കോടി രൂപ റിസർവ് ബാങ്കിൽ നിന്ന് റിലീസ് ചെയ്ത് കിട്ടാൻ 3 കോടി രൂപ വേണം എന്നാണ്. ഇതാണല്ലോ 5.5 കോടി രൂപ AS മാധവനോടും പറഞ്ഞത്. അപ്പോൾ അങ്ങേര് 1,56,86,85,000 രൂപ അത് ബാങ്കിൽ ഇട്ടു. 1.56 കോടി രൂപ അത് ബാങ്ക് വഴി കൊടുത്തു. 1.43 കോടി രൂപ ക്യാഷ് ആയിട്ടും കൊടുത്തു. അങ്ങനെ 3 കോടി രൂപ സുനിൽദാസിന് കൊടുത്തു. ഇത് 2022 ഫെബ്രുവരി 19 രേഖയുണ്ട്, ബാങ്ക് ട്രാൻസാക്ഷൻ ആണല്ലോ, ഡേറ്റും ഒക്കെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ മെയ് 22 ആ കേസിൽ അറസ്റ്റ് ചെയ്തത് കോയമ്പത്തൂര്. ജൂണിലാണ് AS മാധവനെ തട്ടിച്ച കേസിൽ അറസ്റ്റ്. അടുത്തടുത്ത ഇപ്പോൾ പുലിവാലിൽ പിടിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ ആണ് ആ കേസിൽ കിടന്നത് സുനിൽദാസ്. അപ്പോൾ ഇയാൾ 50 കൊല്ലമായി ഈ തട്ടിപ്പ് പരിപാടികളൊക്കെ ആയിട്ട്, വൃദ്ധസദനം എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ കാർഡിയോളജി ഇല്ലേ, ഈ നെഫ്രോളജി, അന്നദാനം എന്നൊക്കെ പറഞ്ഞ് പലതരം തട്ടിപ്പുകൾ. പിന്നെ സെപ്റ്റംബർ 5, 2024 ഇയാൾ പറഞ്ഞു 10,000 സൗജന്യ വിവാഹങ്ങൾ ഇയാൾ ഇതുവരെ നടത്തിയത്, അത് കൊണ്ടാടി. പിന്നെ ഈ പറഞ്ഞ ശ്രീ രവിശങ്കറും വന്നിട്ടുണ്ട് ഇയാളുടെ പരിപാടികളിലൊക്കെ. യൂഗോസ്ലാവിയൻ രാജകുമാരി ഭർത്താവ് ഒക്കെ വന്നിട്ടുണ്ട്. ലോക സമാധാന സമ്മേളനം 2007 നടത്തി. പിന്നെ ഈ ഫ്രീ ഹോസ്പിറ്റൽ ഉദ്ഘാടനത്തിനാണ് ഉമ്മൻചാണ്ടി എത്തിയത് അവിടെ. പിന്നെ മുൻ മൗറീഷ്യസ് പ്രസിഡന്റ് രാജകേശ്വർ പുരിയാഗ് ഇയാളെ കാണാനായിട്ട് അവിടെ ചെന്നിരുന്നു 2013. അത് തൊട്ടാണ് ഇയാളുടെ വളർച്ച ചൈത്രയാത്ര മൗറീഷ്യസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ് വന്നത്. ഗാന്ധിയുടെ കൊച്ചുമകൾ താരാ ഗാന്ധി ഇയാളുമായിട്ട് നിൽക്കുന്ന ചിത്രമൊക്കെ ഇയാളുടെ സൈറ്റിൽ ഇപ്പോഴും കാണാം. സൈറ്റൊക്കെ വളരെ ആക്റ്റീവാണ് ഉണ്ട്. ജയിലിൽ പോയ കാര്യം, ഈ 2 തട്ടിപ്പ് നടത്തിയതും ജയിലിൽ പോയ കാര്യം ഒഴിച്ച് ബാക്കിയൊക്കെ സൈറ്റിൽ കാണുന്നുണ്ട്. അല്ല, ഇപ്പം ഇയാൾ ഈ 5.5 കോടി രൂപ തട്ടിച്ചതിന് ഇപ്പം അതിനുള്ള ആസ്തി ഇയാളിൽ ഉണ്ടോ? ഇനി ഇപ്പം തിരിച്ചു കൊടുക്കാൻ എന്താ ഇയാളുടെ ഒരു സാഹചര്യം? ഇയാൾ കൊടുക്കില്ലല്ലോ, പല ആളുകളും കേസിന് പോവില്ല, ഇയാൾ സാമ്യാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ ഈ മറ്റേ മനോജില്ലേ, യോഗാതിരിപ്പാടെന്നും പറഞ്ഞ് നടക്കുന്ന പഴയൊരു ചീഫ് സെക്രട്ടറിയുടെ ഭാര്യ ഇയാൾക്ക് വേണ്ടി ലേഖനമൊക്കെ എഴുതുന്നുണ്ട്. വലിയ മന്ത്രവും അതും ഇതുമൊക്കെയാണെന്ന് വിശ്വസിച്ചിട്ടാണ് ഈ തട്ടിപ്പുകാരുടെ കൂടെ ആളുകൾ കൂടുന്നത്. ഇയാൾ കുറെ കാലമായല്ലോ ഇതൊക്കെ നടത്തുന്നു. അന്നദാനം, ജീവകാരുണ്യം, അന്നദാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അല്ലാതെ തന്നെ പൈസ കൊടുക്കില്ലേ? അത് കൊടുക്കും. ഞാനിങ്ങനെ ഒരു അന്നദാനം കൊടുക്കാൻ പോണ കുറച്ച് സംഭാവന ഒക്കെ തരുമെന്ന് ചോദിച്ചാൽ ആരെങ്കിലും പൈസ ഇത്ര സംഘടനകൾ നടത്തുന്നു ഇല്ലേ, എവിടെയൊക്കെ നടത്തുന്നു. ആ തോമസ് എന്ന് പറഞ്ഞ ഒരാൾ കോട്ടയത്ത് ഇല്ലേ നടത്തുന്നുണ്ട്. ഇതിനൊക്കെ ആളുകൾ പ്രസിദ്ധിയും കിട്ടും,
പേരും കിട്ടും, ഇത് വൃത്തിയായിട്ട് നടത്താം സൗജന്യമായിട്ട്. അതെ. ഒരു ദിവസം ഇത്ര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ പേരൊന്നും പറയണ്ട, ഗൾഫിൽ നിന്നോ അമേരിക്കയിൽ നിന്നൊക്കെ ആളുകൾ ഇല്ലേ വൻതോതിൽ പണം കൊടുക്കും ഇതിന്. പിന്നെ എന്തിനാണ് ഈ തട്ടിപ്പ് നടത്തുന്നത്? അതും ഇത് എന്ത് തട്ടിപ്പായത്? വളരെ അറിയപ്പെടുന്ന മുംബൈ വ്യവസായി, അദ്ദേഹത്തിന് വിളിച്ചിട്ട് 25 കോടി രൂപയുടെ ചെക്ക് കൊടുക്കുക. അത് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇയാളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ബൗൺസ് ചെയ്യുന്ന ഒരു ചെക്ക് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. എന്ത് 3000 കോടി എവിടെ നിന്ന് വരാൻ കിടക്കുന്നു? ഇത് ഒരു ശീലമാക്കിയ ഒരാളാണ്. മറ്റതും തട്ടിപ്പായിരുന്നു. ഈ സായിബാബയുടെ ഏജന്റ് ആണെന്നും പറഞ്ഞ് നടക്കുന്നതും ഒക്കെ തട്ടിപ്പായിരുന്നു ഇങ്ങനെ. അപ്പോൾ ആളുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് ചെയ്യുക, അല്ലേ? വേറൊരാള് ഈ തയ്യൽ യന്ത്രോ വേറെന്തോ സാധനം കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദകുമാർ എന്ന് പറഞ്ഞൊരു തട്ടിപ്പുകാരൻ അടുത്ത കാലത്ത് പ്രത്യക്ഷപ്പെട്ടില്ലേ? അയാൾ തിരുവനന്തപുരത്ത് വളരെ അറിയപ്പെടുന്ന ഒരാളായിരുന്നില്ലേ? സായിബാബയുടെ പേരിൽ തന്നെയാണ് അയാളും തട്ടിപ്പായിട്ട് നടന്നത്, അല്ലേ? അതാണ് ഇപ്പോഴും പറ്റിക്കപ്പെടാനായിട്ട് നമ്മൾ നിന്നു കൊടുക്കുക. ആടുതേക്ക് മാഞ്ച്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്വയം വേർക്കാനും അധ്വാനിക്കാനും ഒന്നും തയ്യാറല്ല. ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.